സുലോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചമ്മന്തിയാണ്. അത് നമുക്ക് ഉണ്ടാക്കാം. വേണ്ടുന്ന ചേരുവകളാണ് ചെമ്മീൻ നമ്മൾ ഈ കൊക്കരയൊക്കെ കളഞ്ഞ് വാലുമെല്ലാം ഞുള്ളി പിന്നെ കഴുകി വാരിയെടുത്ത് വറുത്തെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ട ചേരുവകളാണ് ഈ കാണിക്കുന്നത്. തേങ്ങ, മുളക് പൊടി, ഉപ്പുപൊടി, കറിവേപ്പില, ഇഞ്ചി. നമ്മൾ ഈ ചെമ്മീൻ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിക്കാൻ പോവുക. ഇത് നല്ലതായിട്ട് പൊടിയണം. നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയുടെ ചെമ്മീൻ ഞാൻ നല്ലതായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പൊടിക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചി, വേപ്പില, കരിവേപ്പില ഇടണം. ഉപ്പുപൊടിയാണ്. ഉപ്പുപൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഉപ്പുപൊടി ഇട്ട് മുളക് പൊടി തനി നാടൻ സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഒന്നും കൂടെ മിക്സിയിൽ ഒന്നും കൂടെ ഒരു കറക്കും. ഇത് നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ചേരുവകളും ഇട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചെമ്മീൻ ചമ്മന്തി ചേരുവകളെല്ലാം ചേർത്ത് മൊരിച്ച് ചമ്മന്തിപ്പൊടിയായിട്ട് എടുക്കാൻ പോവുകയാണ്. അതിന് ഒരു ഫ്രൈ പാൻ എടുത്ത് വെക്കണം. അതില്ലെങ്കിൽ ഒരു ചീനിച്ചട്ടിയാണെങ്കിലും മതി. അതെടുത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ അതിനകത്തോട്ട് ഒഴിക്കണം. കുറച്ച് എണ്ണ മതി, ഒരു എണ്ണയൊന്നും വേണ്ട. എണ്ണ അതിനകത്തോട്ട് ഒഴിച്ച് എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങ ഏകദേശം ഒരു ശകലം ചുമപ്പ് കളർ കയറുന്നിടം വരത്തേക്കിന് ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കണം. ഈ എണ്ണമയോ ഈ തേങ്ങയുടെ എണ്ണമയോ വെള്ളച്ചുവയൊക്കെ മാറുന്നിടം വരെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചാൽ മതി. ചിലരിതിന് ഉള്ളി ചേർക്കും. ഉള്ളി ചേർത്ത് കഴിഞ്ഞെന്നാൽ ചിലപ്പം വളിക്കും. ഒന്നരാഴ്ചയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിന് ഉള്ളി ചേർക്കുമ്പോൾ വളിക്കും. അതുകൊണ്ട് ഉള്ളി ചേർക്കാതെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങയൊക്കെ. വെള്ളവും വലിഞ്ഞ് നല്ലതായിട്ട് പാകമാകും. അപ്പടി മൊരിയിച്ച് നല്ലതായിട്ട് എടുക്കുന്നവരും ഉണ്ട്. പക്ഷേ നല്ലതായിട്ട് മൊരിക്കുന്നതിന് നല്ലത് നമ്മൾ ചതച്ച് അതുപടി എടുക്കുന്നതാണ്. പിന്നെ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒരുമാതിരി ബ്രൗൺ കളർ പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് മൂപ്പിച്ചാൽ അതനുസരിച്ച് നാളുകൾ കുറച്ചിരിക്കും. ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ പൊടി ഇതിനകത്തോട്ട് ഇടുകയാണ്. ചെമ്മീൻ പൊടി ഇതിനകത്തോട്ട് ഇടുക. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. കരിവേപ്പിലയൊക്കെ ഉരിച്ചിട്ട് കരിവേപ്പില ഒന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമുക്കിതൊന്ന് ഉണ്ടോ കരിവേപ്പിലയ്ക്ക് വാട്ടമൊക്കെ ആയിട്ടുണ്ട്. കരിവേപ്പില ഒന്ന് വാട്ടി വരുമ്പോഴത്തേക്കിന് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ല പറ്റിയ സാധനമാണ്. നമുക്ക് എന്തുമാത്രം വേണമെങ്കിലും നമ്മൾ ചോറ് കഴിച്ചു പോകും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.